തുടർന്ന് അനിതൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഉദ്ദേശശുദ്ധി, ഈ കത്ത് എന്തിനായിരുന്നു, ലക്ഷ്യമെന്തായിരുന്നു എന്നുള്ള സംശയം നിൽക്കുമ്പോൾ ഇത് ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ വീണ്ടും ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നൊരു അനക്കമുണ്ടാകാതിരിക്കുമ്പോൾ വീണ്ടും ഈ കാര്യം ഉന്നയിച്ചൊരു കത്തെഴുതുക, അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന ഒരു ആവശ്യമൊക്കെ ഉന്നയിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും തുടർ കത്തിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശരി ഇത് പരിഗണിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ പരിശോധന നടത്തുന്നതാണെന്നോ എന്തെങ്കിലും ഒരു മറുപടിയും ഉണ്ടായിട്ടുണ്ടോ ഇതിൽ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ദിവിഷ്. കാരണം 2019 എഴുതിയ കത്താണ്. ആ കത്തിലാണ് കഴിഞ്ഞ 15 വർഷമായി ഒരു കണക്കുമില്ല, ഒരു രേഖയുമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നത്. നമുക്കിപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് വീണ്ടും ആ ഞെട്ടിപ്പിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമല സ്ട്രോങ് റൂമിന്റെ മാത്രമല്ല, തിരുവിതാംകൂർ ക്ഷേത്രത്തിന്റെ ഒരു സ്ട്രോങ് റൂമിലെയും ഒരു വസ്തുവിന്റെയും കണക്കില്ല, ഇൻവെന്ററി ഇല്ല, രജിസ്ട്രി ഇല്ല എന്നൊക്കെയുള്ള കാര്യം വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിരമിച്ച ജഡ്ജിയെ ഹൈക്കോടതി ഇത് പരിശോധിക്കാൻ വേണ്ടി, ഇതിന്റെ ഈ എണ്ണം തിട്ടപ്പെടുത്താൻ വേണ്ടി നിയോഗിച്ചത്. അത് ഇപ്പോഴാണ് ആ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ഈ കത്ത് അയച്ചിട്ടും അന്ന് ദേവസ്വം ബോർഡ് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നടപടിയിൽ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കത്ത് എന്തിനാണ് തയ്യാറാക്കിയത്? അതും ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടുന്ന ഒത്താശയെല്ലാം ചെയ്തു കൊടുത്ത ശേഷം, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നടത്തിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാവുന്ന തരത്തിലുള്ള നടപടികൾ ചെയ്ത ശേഷം തിരിച്ചു വന്ന, അതായത് 29/8/2019 എന്ന് പറയുമ്പോൾ ചെന്നൈയിൽ ആ ദിവസം ആർ ജി രാധാകൃഷ്ണൻ അവിടെ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ 30, 31, 1, 2 തീയതിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. വെറും 3 ദിവസം കൊണ്ട് തിരിച്ചെത്തി പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു കത്ത് തയ്യാറാക്കി. അതായത് എന്തൊക്കെയാണോ ഈ കത്തിൽ പറഞ്ഞത്, പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലുള്ള ഒരു ഉരുപ്പടിയും സുരക്ഷിതമല്ല എന്ന് ഈ ഉദ്യോഗസ്ഥൻ എഴുതുമ്പോൾ, ഇതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ കൊള്ള നടത്താനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണോ ഈ കത്തിൽ പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ആർ ജി രാധാകൃഷ്ണൻ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അന്നേരമാണ് SIT സംശയിക്കുന്നത് ഈ കത്ത് എന്തിനു വേണ്ടി തയ്യാറാക്കിയതാണ്. ഒന്നുകിൽ രാധാകൃഷ്ണന് തിരുവനന്തപുരത്ത് നിൽക്കാനുള്ള ഒരു പഴുത് തേടി ഉണ്ടാക്കിയ ഒരു കത്ത്, അതല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള, അതൊരിക്കൽ പിടിക്കപ്പെട്ടാലോ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കത്ത്. ഏതായാലും പക്ഷേ കത്തിലുള്ള വിശദാംശം ഞെട്ടിപ്പിക്കുന്നതാണ്. കാലാകാലങ്ങളായി ഭക്തർക്കുള്ള ആശങ്ക, ഞങ്ങൾ സമർപ്പിക്കുന്ന, അത് മാത്രമല്ല ഈ നടയിലിടുന്ന പൊട്ടുകളൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണപ്പൊട്ട്, വെള്ളിപ്പൊട്ട്, അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ സമർപ്പിക്കുമല്ലോ, അതിനൊന്നും ബില്ലൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉരുപ്പടികൾ അത് ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അതൊക്കെ എടുത്ത് ഉരുക്കി കട്ടികളാക്കി സൂക്ഷിക്കണം എന്നും പറയുന്നുണ്ട്. അതൊന്നും എവിടാന്ന് പോലും അതിനൊന്നും കൃത്യമായ കണക്കില്ല. അപ്പോൾ ഇതൊക്കെ എത്രയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും ഇത്രയും വർഷത്തിനിടയ്ക്ക്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തർക്കുണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടല്ലോ, ഞങ്ങൾ നടക്കി വെക്കുന്ന പല കാരണങ്ങളും അവിടെ സുരക്ഷിതമായിരിക്കുമോ, ഇത് ഭഗവാനിൽ ഉണ്ടാകുമോ, ഭഗവാന്റെ സ്വത്തായി എന്നും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക. ആ ആശങ്കയ്ക്ക് വകയുണ്ട്. അത് അവിടെ ക്ഷേത്രത്തിലെ സ്വത്തായി ഉണ്ടാകില്ല, അത് അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്ത്, വിശദാംശങ്ങൾ കൂടി കത്തിലുണ്ട്. ആ കത്ത് എന്തുകൊണ്ട് എഴുതി, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഭക്തർ ഏറെക്കാലമായി ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കളുടെ കൃത്യമായ കണക്കുണ്ടോ, അതൊക്കെ യഥാസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന അന്വേഷണം അടിയന്തരമായി, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് മാത്രമല്ല എല്ലാ ദേവസ്വം ബോർഡുകളുടെയും കീഴിലുള്ള സ്വത്തുവകളെക്കുറിച്ച് കൃത്യമായി ഓഡിറ്റ് നടത്തിയത് ഭക്തർക്ക് അതിനെക്കുറിച്ചുള്ള വിവരം അറിയിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകേണ്ട സാഹചര്യമാണ് രൂപപ്പെടുന്നത്.